വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉത്രാടപ്പാച്ചിലിനൊടുവിൽ തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. ഓണവിപണിയിൽ പച്ചക്കറി വില കുതിച്ചുയരുന്നു. തിരുമാന്താംകുന്നിലെ ഭഗവതി കണ്ടം നടയിൽ ഈ മാസം 14-ന്. ഞാൻ സീമാ രവീന്ദ്രൻ. വാർത്തകൾ വിശദമായി. ഉത്രാടപ്പാച്ചിലിനൊടുവിൽ തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവോണ ദിവസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന്റെ അവസാനവട്ട തിരക്കിലായിരുന്നു ശനിയാഴ്ച നാടും നഗരവും. ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ കഴിഞ്ഞിരുന്ന ആ പഴയ മാവേലി നാടിന്റെ ഓർമ്മ പുതുക്കി ഒരുമയോടെ ഓണം ആഘോഷിക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് മലയാളികൾ. തിരുവോണത്തെ വരവേൽക്കാൻ ഉത്രാട ദിനമായ ശനിയാഴ്ച വലിയ തിരക്കാണ് വിപണിയിൽ അനുഭവപ്പെട്ടത്. പച്ചക്കറി വിപണിയിലാണ് വലിയ തിരക്ക് കണ്ടത്. കുതിച്ചുയർന്ന വിലക്ക് നടുവിലും അവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഉത്രാടം ദിനത്തിൽ കൂടുതൽ പേർ എത്തിയത് പച്ചക്കറി വിപണി സജീവമാക്കി. പഴ വിപണിയിലും തിരക്ക് അനുഭവപ്പെട്ടു. ഓണപ്പുടവകൾ എല്ലാവരും നേരത്തെ തന്നെ വാങ്ങിയിരുന്നതിനാൽ വസ്ത്രവിപണിയിൽ ശനിയാഴ്ച താരതമ്യേന തിരക്ക് കുറവായിരുന്നു. പ്രതികൂല കാലാവസ്ഥയും നഗരത്തിലെ ഗതാഗതക്കുരുക്കും കാരണം ഉത്രാട ദിനത്തിൽ മുൻവർഷത്തതിനെ അപേക്ഷിച്ച് കച്ചവടം കുറവായതായി വ്യാപാരികൾ പറയുന്നു. ഓണവിപണി സജീവമായതോടെ വിപണിയിൽ പച്ചക്കറി വില കുതിച്ചുകയറി. ഉത്രാട ദിനത്തിൽ പച്ചക്കറികൾക്ക് പലതിനും റെക്കോർഡ് വിലയാണ്. പയറും മുരിങ്ങക്കായും കുമ്പളങ്ങയും ഒന്നുമില്ലാത്ത ഓണസദ്യയെക്കുറിച്ച് ആലോചിക്കാനേ കഴിയുകയില്ല എന്നതുകൊണ്ടാവണം പച്ചക്കറി വിപണിയിലെ ഇടനിലക്കാർ വില കൂട്ടാൻ ഇത്രയും ധൈര്യം കാണിക്കുന്നത്. അത്തം മുതൽ കുത്തനെ ഉയർന്നു തുടങ്ങിയ പച്ചക്കറി വിലയുടെ ഗ്രാഫ് ഉത്രാട ദിനത്തിലും ഏറ്റവും മുകളിൽ തന്നെ. വണ്ണം വളരെ കുറവാണെങ്കിലും വിലയിൽ പയറും മുരിങ്ങക്കായും വളരെ മുന്നിലാണ്. ചില്ലറ വിപണിയിലെ പയറിന്റെ വില 170 എന്ന് കേട്ട് പലരും അവിയലിന് പകരം മറ്റെന്തെങ്കിലും വിളമ്പാനാകുമോ എന്നാണ് ആദ്യം ചിന്തിച്ചത്. ഇതുവരെ ആർക്കും വേണ്ടാതിരുന്ന പച്ചക്കായയും വില ഉയർന്ന് 50-ലെത്തി. പാവയ്ക്കയ്ക്ക് ഇത്തവണ കയ്പ് കൂടും. കാരണം വില കിലോയ്ക്ക് 60-ന് മുകളിലാണ്. ചരിച്ചു വെട്ടുന്ന വെണ്ടയ്ക്കയ്ക്ക് വില 40 രൂപയാണ്. എന്ന് മാത്രമല്ല വിപണിയിൽ ക്ഷാമവുമുണ്ട്. ബീൻസും വഴുതനയും തക്കാളിയും എല്ലാം വില വർദ്ധിച്ച ഇനങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വില വർധനയെക്കുറിച്ച് ചോദിച്ചാൽ കച്ചവടക്കാർക്ക് പറയാനുള്ളത് കൃഷിനാശവും ഡീസൽ വില വർധനയും കാരണം അയൽ സംസ്ഥാനത്തെ പ്രതിസന്ധിയെക്കുറിച്ച് മാത്രം. സർക്കാർ സംവിധാനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് പച്ചക്കറികൾ ഇവിടെ നിന്നും ലഭിക്കുന്നില്ല. വെജിറ്റേറിയൻകാർക്ക് മാത്രമല്ല നോൺ വെജുകാർക്കുമുണ്ട് വിലവർധനയുടെ ഇരട്ടടി. കോഴിയിറച്ചിക്ക് കിലോയ്ക്ക് 170 രൂപയാണ് ശനിയാഴ്ചത്തെ വില. പഴങ്കഞ്ഞിയും മലപ്പുറത്തിന്റെ സ്വന്തം പൊറോട്ടയും കഴിച്ച് വിശപ്പടക്കേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് മലയാളികൾ. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിലെ ഭഗവതി കണ്ടം നടയിൽ ഈ മാസം 14-ന് നടക്കും. ക്ഷേത്ര വടക്കേ നടയിലുള്ള 188 സെന്റ് വിസ്തൃതിയുള്ള ഒറ്റക്കണ്ടത്തിലാണ് നടയിൽ യജ്ഞം. തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ ആറാട്ടുകടവിനക്കരെ 188 സെന്റ് വിസ്തൃതിയുള്ള ഒറ്റക്കണ്ടമാണ് ഭഗവതി കണ്ടം. ഈ വയലിൽ ഭഗവതിക്കുള്ള അരിമണി വിളയുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. രാവിലെ 9:30-ന് പന്തീരടി പൂജയ്ക്ക് ശേഷം കളത്തും ചാളക്കിൽ കർഷക കുടുംബത്തിലെ മൂപ്പൻ ഭഗവതി കണ്ടത്തിന്റെ വരമ്പിൽ ഭദ്രദീപം തെളിയിച്ച് ഇളനീർ വെട്ടി ആടിയ ശേഷം ഞാറ്റിൻമുടി ആദ്യ നടീലിനായി ദേവസ്വം പ്രതിനിധിയെ ഏൽപ്പിക്കും. ദേവസ്വം പ്രതിനിധിയുടെ ആദ്യ നടീലിനോടുകൂടി വരമ്പിൽ കാത്തുനിൽക്കുന്ന ഭക്തർ യജ്ഞത്തിൽ പങ്കുചേരും. ഉദ്യോഗലബ്ധി, കാർഷികാഭിവൃദ്ധി, ശരീരസുഖം എന്നിവയ്ക്ക് നടീൽ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് വിശേഷമെന്നാണ് വിശ്വാസം. വൈകിട്ട് 4:30-നുള്ള തിരിഞ്ഞ് പന്തിരടി പൂജയ്ക്ക് മുൻപായി നടീൽ പൂർത്തിയാകും. ഇതിനുശേഷം കർഷക കുടുംബാംഗങ്ങൾ വടക്കേ നടയിൽ ചവിട്ടുകളി അവതരിപ്പിക്കും. നടീൽ യജ്ഞത്തിൽ പങ്കെടുക്കാനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തുക. പെരിന്തൽമണ്ണ സായി സ്നേഹതീരത്തെ അന്തേവാസികളായ ആദിവാസി കുട്ടികളോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഓണം ആഘോഷിച്ചു. പെരിന്തൽമണ്ണ സായി സ്നേഹതീരത്തിലെ അന്തേവാസികളായ ആദിവാസി കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ നേതൃത്വത്തിൽ പൂക്കള മത്സരം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് ഓണത്തോടനുബന്ധിച്ച് ഓണപ്പുടവയും ചെരുപ്പും സമ്മാനിച്ചു. സായി സ്നേഹതീരത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ നഗരസഭാ കൗൺസിലർ വെള്ളാട്ട് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഈ മണ്ണിൽ ജനിച്ചു ജീവിക്കുന്ന മുഴുവൻ ആളുകളും ഒരുപോലെ സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു സങ്കല്പസുന്ദരമായ ഒരു ലോകത്തെ ലോക ചരിത്രത്തിന് സംഭാവന ചെയ്ത മലയാളക്കരയിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് വലിയ ഒരു സംഗതിയാണ് എന്നെ കേൾക്കുന്നവരുടെ മനസ്സിലുണ്ടാകണം എന്നാണ് ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ കൂടിയ പിഞ്ചു കുഞ്ഞുങ്ങളോട് എനിക്ക് ഓർമ്മിക്കുന്നു. CV സദാശിവൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ ഫാത്തിമ ഷഹനാസ്, ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, KR രവി, ഡെപ്യൂട്ടി തഹസിൽദാർ ദേവകി, VC ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. KS ബോസ് സ്വാഗതവും KT വിജയൻ നന്ദിയും പറഞ്ഞു.
ഇക്കുറിയും ഓണസമ്മാനമായി പരിയാപുരം സെന്റ് മേരീസ് സ്കൂൾ വിദ്യാർത്ഥികൾ ചീരട്ടാമല ആദിവാസി കോളനിയിൽ എത്തി. പാഠപുസ്തകങ്ങൾക്കപ്പുറത്ത് നന്മയുടെ സുഗന്ധം പരത്തി കഴിഞ്ഞ 8 വർഷമായി മുടങ്ങാതെ പരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഓണം ആഘോഷിക്കാൻ ഇവിടെ എത്തുന്നു. ചീരട്ടമല ആദിവാസി കോളനിയിലെ കുട്ടികളുടെ ഓണാഘോഷത്തിന് ഇക്കുറി മുടക്കമില്ല. 2006 കോളനിയിലെ 2 കുടുംബങ്ങൾക്ക് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. അന്നു മുതൽ സൗഹാർദ്ദവും കൂട്ടുചേരലും തുടർന്നു പോരുന്നു. സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. കോളനി മുറ്റത്ത് പൂക്കളമിട്ട ശേഷം വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണപ്പൊതികളും വസ്ത്രങ്ങളും മധുരപലഹാരങ്ങളും കുട്ടികൾ കോളനിയിലെ മുതിർന്ന അംഗം കല്ലായിത്തോട് ശാന്തക്ക് കൈമാറി. വിദ്യാരംഗം ചെയർമാൻ മനോജ് വീട്ടുവേലിക്കുന്നേൽ കോളനി നിവാസികൾക്ക് വീട് വെക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയ ചെറുപാടത്ത് ഇസ്മായിൽ, ഭാരവാഹികളായ അജുൻ ബെന്നി, അനീഷ് വർഗീസ്, കെ ഉമ്മുസൽമ സുഹാന, ഷഹൻഷാ സക്കറിയ, ഡിക്സൺ ബെന്നി, VR ഹരീഷ്, KJ അർപ്പിത്, മിഥുൻ ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ ഫയർ സ്റ്റേഷൻ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഓണോത്സവം 2014 എന്ന പേരിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ഫയർ സ്റ്റേഷൻ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉത്രാട ദിനത്തിൽ രാവിലെ ചിത്രരചനാ മത്സരത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് കുട്ടികൾക്കായി കസേരകളി, സ്പൂൺ റേസ്, മ്യൂസിക് ബോൾ, മിഠായി വെറുക്കൽ, സുന്ദരിക്ക് പൊട്ടുതൊടിക്കൽ തുടങ്ങിയ കലാപരിപാടികൾ നടന്നു. ഓണോത്സവം 2014 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ മുഹമ്മദ് സലീം ഉദ്ഘാടനം ചെയ്തു. ഈ ഓണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ഒന്നിപ്പിക്കുന്ന സാംസ്കാരിക ഉത്സവമാണ്. ആ ഓണനാളിൽ നമ്മുടെ എല്ലാം മനസ്സിനെ ആർദ്രമാക്കുന്ന, നമ്മുടെ എല്ലാം മനസ്സുകളെ ഒന്നാക്കുന്ന, ഹൃദയത്തെ പരസ്പരം ചേർത്തു വെക്കുന്ന ഒരു നിമിഷമായി മാറണം. അങ്ങനെ നമ്മുടെ ഹൃദയഹാരിയായി ഓണം എന്നും വന്നെത്തണം. അത് നമുക്ക് ഇടയിൽ ഭിന്നതകൾ സൃഷ്ടിക്കാതെ ഒരുമയുടെയും അതുപോലെ തന്നെ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും വിശാലമായി നമുക്ക് മനസ്സുകൾ ഒന്നാകുന്ന സാംസ്കാരിക വസന്തോത്സവമായിട്ട് നമുക്കതിനെ പുനഃസൃഷ്ടിക്കണം. ആ രൂപത്തിലേക്ക് ഓണം നാളുകളെ മാറ്റി തീർക്കാൻ ഇവിടെ നടക്കുന്ന ഡിവൈഎഫ്ഐയുടെ ഓണാഘോഷം ഉപകരിക്കപ്പെടും. വി രാജേന്ദ്രൻ, CP രാംദാസ്, ഹഫ്സ മുഹമ്മദ്, ഷിബു മനയി, M ഷാനവാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വിഭവസമൃദ്ധമായ ഓണസദ്യയിൽ നിരവധി പേർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം നടന്ന മുതിർന്നവർക്കായി സംഘടിപ്പിച്ച കസേരകളി, പാവക്കത്തീറ്റ മത്സരം, ഉറി തല്ലിപ്പൊട്ടിക്കൽ എന്നിവ ആവേശകരമായി. മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചെയർപേഴ്സൺ നിഷി അനുരാജ് വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ സരോജിനി അധ്യക്ഷം വഹിച്ചു. M മുസഫർ അലി, PK ഷിഹാബ്, OP മുജീബ്, സമീദ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉത്രാടപ്പാച്ചിലിനൊടുവിൽ തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. ഓണവിപണിയിൽ പച്ചക്കറി വില കുതിച്ചുയരുന്നു. തിരുമാന്താംകുന്നിലെ ഭഗവതി കണ്ടം നടിയിൽ ഈ മാസം 14-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ UQ പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ.